കാക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവമായ സ്വാഗതം. ഒരു പഴമയുണ്ട്, കുത്താൻ വരുന്ന പോത്തിന് മുന്നിൽ വീണ വായിക്കരുതെന്ന്. ആ ഒരു സന്ദേശം നമ്മുടെ പുതിയ മന്ത്രിസഭയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാർട്ടൂൺ. അതായത് നമുക്കറിയാം, ഈ ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ച് CPM ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. ഈ ക്രമസമാധാനം കയ്യിലെടുത്ത് ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. അവരുടെ കുട്ടിത്തേവാങ്കുകളും ചെറുപ്പക്കാരുടെ സംഘടനയും കിളവന്മാരുടെ സംഘടനയും എല്ലാം ഈ ആയുധമെടുത്ത്, ആയുധങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് ചീമുട്ട, ഇഷ്ടിക, കല്ല്, ബ്ലേഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ റോഡിലേക്ക്, പൊതുനിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു കാരണം അവരുണ്ടാക്കാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം ഉണ്ടായാലും ഇല്ലെങ്കിലും അവരിറങ്ങും. അതായത് അവർ ഈ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇനി 5 വർഷം സമരങ്ങളുടെ ദിനങ്ങളായിരിക്കുമെന്ന്. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് റോഡിൽ കൂടെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർ സൃഷ്ടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം ഒരുമാതിരി നിർനിമേഷനായിട്ട് നോക്കി നിൽക്കുകയാണ് നമ്മുടെ സർക്കാരും പോലീസും. നമുക്കറിയാം, ED റെയ്ഡിന് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ മുന്നിലുണ്ടായ ചീമുട്ട വിപ്ലവത്തിന് പോലും പോലീസ് ഒരു നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭങ്ങളെല്ലാം പോലീസ് വേണ്ടത്ര ജാഗ്രത പുലർത്തിയോ എന്ന് നമുക്ക് സംശയമാണ്. അതായത് ഇവന്മാർക്ക് പിന്നെ മേലും കീഴും നോട്ടമില്ല. ഷഡ്ഡി പോലും ഇടാതെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഈ ഉള്ളിലുള്ളതെല്ലാം പുറത്ത് കാണിച്ചുകൊണ്ട് വന്നുള്ള കുട്ടിത്തേവാങ്കുകളുടെ സമരം, പിന്നെ സെക്രട്ടേറിയറ്റ് യൂണിയൻകാരുടെ സമരം, ഇവന്മാരൊക്കെ ഈ 10 വർഷം സുഖസുഷുപ്തിയിലായിരുന്നു. ഇപ്പോഴാണ് ഇവന്മാരൊക്കെ ഉറക്കമുണർന്ന് എണീറ്റത്. കുംഭകർണന്മാരെ കണക്ക് ഇറങ്ങി ഇപ്പം തെരുവ് യുദ്ധങ്ങളാക്കി ഇവരങ്ങ് ഇറങ്ങിയിരിക്കുക. അപ്പം ഈ ഒരു അഴകുഴമ്പൻ നയം സ്വീകരിച്ചാൽ പോരാ. പോലീസ് സാധാരണ ജനങ്ങളുടെ ഒരു സമാധാന ജീവിതം ഉറപ്പുവരുത്താനായിട്ട് പോലീസ് കുറേ കൂടെ ആക്റ്റീവ് ആകേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റി ഭരണാധികാരികൾക്ക് ഒന്ന് ബോധം വരുത്താനായിട്ടുള്ള ഒരു കാർട്ടൂണാണിത്. ഈ കാർട്ടൂൺ ഒരു പഴഞ്ചൊല്ലാണ്. ആ പഴഞ്ചൊല്ല് കാർട്ടൂൺ വൽക്കരിച്ചിരിക്കുന്നതേ ഉള്ളൂ. കുത്താൻ വരുന്ന പോത്തിൻ്റെ മുന്നിൽ വീണ വായിക്കരുതെന്നാണ് പഴഞ്ചൊല്ല്. അതായത് ഇവന്മാരുടെ മുന്നിൽ സമാധാനപരമായ കാര്യങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല. അടിച്ച് പുറം പൊളിക്കണം, അതുതന്നെ നിവൃത്തിയുള്ളൂ. അതിനെപ്പറ്റിയിട്ടുള്ള ഈ കാർട്ടൂണിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് വരയിലോട്ട് കിടക്കാം. ഇതാണ് കാർട്ടൂണിൻ്റെ റഫ്. ഇതാണ് പോത്ത് വെട്ടാൻ വരുവാണ്. ആ പോത്ത് CPM ആണ്. നമുക്ക് വരയിലോട്ട് കിടക്കാം. മുഖ്യമന്ത്രി പാൽപുഞ്ചിരിയും പൊഴിച്ച് വീണയും മീട്ടിയിരുന്നാൽ ഇവന്മാർ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. അതൊന്ന് ഓർത്താൽ നല്ലത്. അതായത് ശരിക്കും അടിച്ചൊതുക്കണം. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അടിച്ചൊതുക്കി കുറച്ച് രക്തസാക്ഷികളെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. UDF ഭരിക്കുമ്പോഴെപ്പോഴും അവർക്ക് കുറച്ച് രക്തസാക്ഷികളെ ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ കടന്ന് കാണിക്കുന്നത് മുഴുവൻ. അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാളെ ഒന്നില്ലെങ്കിൽ അവർ തന്നെ വകവരുത്തും, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് വകവരുത്തിക്കും. എന്നിട്ട് അതിൻ്റെ പേരും പറഞ്ഞ് അടുത്ത രക്തസാക്ഷി ഫണ്ട് പിരിക്കാം. പിന്നെ അതിൻ്റെ പേരിൽ വേറൊരു സമര പരമ്പര തന്നെ നടത്താം. ഒത്തുതീർപ്പ് ചർച്ചയാകാം. ഇവരുടെ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാം. അങ്ങനെ പല അജണ്ടകളാണ് ഇവർക്കുള്ളത്.